നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുതിച്ചുയർന്ന സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഞായറാഴ്ചത്തേത്. 28,469 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിലും ആദ്യമായി 3000 കടന്ന പ്രതിദിന രോഗികൾ. 3123 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 2951 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കോവിഡ് രണ്ടാംഘട്ട വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണ. നിയന്ത്രണങ്ങൾ ഞായറാഴ്ചയും തുടർന്നു. തിരക്കൊഴിഞ്ഞ് തിരൂർ നഗരം. യാത്രക്കാരില്ലാത്തതിനാൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടം കാനൂരിൽ കനോലി കനാൽ റോഡ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. വിശദമായ വാർത്തകളിലേക്ക്. കുതിച്ചുയർന്ന സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഞായറാഴ്ചത്തേത്. 28,469 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,26,773 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.46% ഉയർന്നു. 30 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,110. 8,122 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ അതീവ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പ്രതിദിനം കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 28,469 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 4,468 പേരാണ് എറണാകുളത്തെ രോഗികൾ. കോഴിക്കോട് 3,998, മലപ്പുറം 3,123, തൃശൂർ 2,871, കോട്ടയം 2,666, തിരുവനന്തപുരം 2,020, കണ്ണൂർ 1,843, പാലക്കാട് 1,820, ആലപ്പുഴ 1,302, കൊല്ലം 1,209, പത്തനംതിട്ട 871, ഇടുക്കി 848, കാസർഗോഡ് 771, വയനാട് 659 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. രണ്ടാം ഘട്ട കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി 2,90,262 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതുൾപ്പെടെ 24 മണിക്കൂറിനിടെ 1,26,773 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.46%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 30 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,110 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 338 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 45 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 8,122 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടു. ഇതോടെ 2,18,893 പേരാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. 11,81,324 പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തരായി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 4,70,558 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 4,50,993 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 19,565 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,279 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 13 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി ഞായറാഴ്ച രൂപം കൊണ്ടു. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 547 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ജില്ലയിലും ആദ്യമായി 3000 കടന്ന പ്രതിദിന രോഗികൾ. 3,123 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 2,951 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 784 പേർക്ക് രോഗമുക്തരായി. ആകെ മരണസംഖ്യ 651 ആയി. ജില്ലയിലെ കോവിഡ് സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാവുകയാണ്. ജില്ലയിൽ ആദ്യമായി കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം 3000 കടന്ന് മുന്നോട്ട് കുതിക്കുന്നു. 3,123 പേർക്കാണ് പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ജില്ലയിൽ 28.21%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധിതരാകുന്നവരാണ് കൂടുതലും. 2,951 പേർക്കാണ് ഇന്ന് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. 83 പേർക്ക് ഉറവിടമറിയാതെയും രോഗബാധയുണ്ടായി. വൈറസ് ബാധിതരായവരിൽ 2 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും 87 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. കോവിഡ് ബാധിതരായി ഇതുവരെ ജില്ലയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 651 ആയി. അതേസമയം 754 പേരാണ് ജില്ലയിൽ ഞായറാഴ്ച രോഗമുക്തരായത്. ഇതുൾപ്പെടെ
ഇതുവരെ 1,27,997 പേർ രോഗമുക്തരായി ആശുപത്രി വിട്ടിട്ടുണ്ട്. നിലവിൽ 38,702 പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. 21,957 പേർ വിവിധ ചികിത്സാ കേന്ദ്രങ്ങളിലായി നിരീക്ഷണത്തിലുണ്ട്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 432 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 233 പേരും സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 188 പേരും ചികിത്സയിൽ കഴിയുന്നു. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കുന്ന ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അഭ്യർത്ഥിച്ചു. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, ജില്ലാതല കൺട്രോൾ സെൽ, ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായി ഫോണിൽ ബന്ധപ്പെടണമെന്നും ഒരു കാരണവശാലും നേരിട്ട് ആശുപത്രികളിൽ പോകരുതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണ. നിയന്ത്രണങ്ങൾ ഞായറാഴ്ചയും തുടരുന്നു. വ്യാപാര മേഖലയിൽ നിന്ന് മികച്ച പിന്തുണ. തിരൂർ നഗരത്തിലും താനൂരിലും പോലീസ് പരിശോധന നടത്തി. കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണയാണ് ലഭിക്കുന്നത്. ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യമായിരുന്നു. ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജനങ്ങൾ വീട്ടിൽ തന്നെ കഴിയുകയാണ്. വ്യാപാര മേഖലയിൽ നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത്. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാം അടഞ്ഞുകിടന്നു. അത്യാവശ്യക്കാർ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. പഴം, പച്ചക്കറി, പലചരക്ക് കടകളും മെഡിക്കൽ ഷോപ്പുകളും തുറന്നു പ്രവർത്തിച്ചു. ഹോട്ടലുകളിൽ പാർസൽ വിതരണം മാത്രമേ ഉള്ളൂ. എല്ലാ വാഹനങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പോലീസ് വാഹനങ്ങൾ കടത്തിവിട്ടത്. അനാവശ്യമായി നിരത്തിലിറങ്ങിയവരെ പോലീസ് ഇടപെട്ട് തിരിച്ചയച്ചു. മാർക്കറ്റുകളിലും തിരക്ക് കുറവായിരുന്നു. ജില്ലയിൽ ഓരോ ദിവസം പിന്നിടുന്തോറും കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. നിയന്ത്രണത്തിൽ ഇന്നും ഹർത്താൽ പ്രതീതി. തിരക്കൊഴിഞ്ഞ തിരൂർ നഗരം. യാത്രക്കാരില്ലാത്തതിനാൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെച്ചു. കോവിഡ് രൂക്ഷമായതിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണം ഞായറാഴ്ചയും തിരൂരിൽ പൂർണ്ണം. നഗരത്തിൽ ആളുകളും വാഹനങ്ങളും താരതമ്യേന കുറവായിരുന്നു. അത്യാവശ്യക്കാരിൽ പലരും സത്യവാങ്മൂലം കയ്യിൽ കരുതിയാണ് യാത്ര ചെയ്തിരുന്നത്. രാവിലെ 10 മണിയോടെ താഴെപ്പാലം, സിറ്റി ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലായി പോലീസിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തി. മിക്ക യാത്രക്കാരും സത്യവാങ്മൂലം കയ്യിൽ കരുതിയതിനാൽ നിർദ്ദേശങ്ങൾ നൽകിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതേസമയം യാത്രക്കാരില്ലാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ചില KSRTC ബസ്സുകൾ മാത്രം സർവീസ് നടത്തി. മിക്ക ഓട്ടോറിക്ഷകളും നിരത്തിലിറങ്ങിയില്ല. പച്ചക്കറി, മത്സ്യ മാർക്കറ്റുകൾ തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കിയിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂരിലും വെട്ടത്തും സ്ഥിതി ഗുരുതരം. ജാഗ്രതയോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ പ്രവർത്തകർ. വെട്ടത്ത് കഴിഞ്ഞ ദിവസം മാത്രം 44 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടെ വെട്ടം പഞ്ചായത്തിൽ മാത്രം 325 കോവിഡ് ബാധിതരാണുള്ളത്. തിരൂർ നഗരസഭയിലും തീരദേശ പഞ്ചായത്തായ വെട്ടത്തും കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. തിരൂർ നഗരസഭാ പരിധിക്കുള്ളിൽ കഴിഞ്ഞ ദിവസം 43 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ നിലവിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 245 ആയി. വെട്ടത്ത് ഇന്നലെ മാത്രം 44 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതോടെ വെട്ടം പഞ്ചായത്തിൽ മാത്രം 325 കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് വെള്ളിയാഴ്ച മുതൽ വെട്ടത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരൂർ നഗരസഭയിൽ വർദ്ധിച്ചു വരുന്ന കോവിഡ് കേസുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യോഗത്തിൽ നഗരസഭാ പരിധിയിൽ ഡൊമിസിലറി സെന്റർ തുറക്കാൻ തീരുമാനിച്ചിരുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ചെയർപേഴ്സൺ AP നസീമയുടെ അധ്യക്ഷതയിൽ മുനിസിപ്പാലിറ്റി കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. ജില്ലാ ആശുപത്രി അധികൃതരും മുനിസിപ്പൽ ഹെൽത്ത് വിഭാഗവും യോഗത്തിൽ പങ്കെടുത്തു. പരിചരിക്കാൻ ആളില്ലാത്ത കോവിഡ് ബാധിതർക്ക് നഗരസഭയുടെ ബഡ്സ് സ്കൂളിലും സൗകര്യമൊരുക്കും. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി ഏറ്റെടുത്ത MES സ്കൂളിലും ആവശ്യമായ സൗകര്യമൊരുക്കിയതായി ചെയർപേഴ്സൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ലോക്ക്ഡൌൺ സമാന നിയന്ത്രണം തിരൂരിൽ പൂർണ്ണമായിരുന്നു. വെട്ടത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീമും ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും വീടുകൾ തോറും ബോധവൽക്കരണമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററായി മലയാള സർവകലാശാല ഹോസ്റ്റലിൽ സൗകര്യമൊരുക്കും. പറവണ്ണ, വാക്കാട്, കടലോര സന്ദർശനവും നിർത്തിവച്ചിരിക്കുകയാണ്. ഈ നിയന്ത്രണങ്ങൾക്കുള്ളിലും പല പ്രദേശത്തു നിന്നും ആളുകൾ തീരദേശം സന്ദർശിക്കാൻ വരികയുണ്ടായിരുന്നു. അതിൽ നാട്ടുകാരിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ നാട്ടുകാരും വാർഡ് മെമ്പർമാരും ചേർന്ന് പഞ്ചായത്തിലും ഭരണസമിതിയിലും സമ്മർദ്ദം ചെലുത്തി അവരുടെ അനുവാദത്തോടു കൂടിയും കളക്ടറുടെ നിരോധനാജ്ഞ 144 നിലനിൽക്കുകയുമാണ് ഈ പറവണ്ണ ബീച്ചിൽ ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാന്യ സന്ദർശകർ, പുറംനാട്ടിൽ നിന്ന് വരുന്ന പല ആളുകളുമുണ്ട്. അവർ ഞങ്ങളോട് സഹകരിക്കണം. ഈ മാറാരോഗത്തിൽ നിന്നും നമുക്ക് മുക്തി നേടണം. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നാടും വ്യവസായങ്ങളും മറ്റും തുറന്ന് പ്രവർത്തിച്ച് ജീവിതം സാധാ നിലയിലേക്ക് എത്തിക്കണം എന്ന്
പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം. ആയിരക്കണക്കിന് ആളുകളാണ് പറവണ്ണ ബീച്ചിൽ മാത്രം സന്ദർശകരായി എത്തിയിരുന്നത്. വെള്ളിയാഴ്ചയോടെയാണ് ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയത്. ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നിലാഞ്ചേരി അഭ്യർത്ഥിച്ചു. മിനി ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് നിരവധി വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. വാരാന്ത്യ ലോക്ക്ഡൌണിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിഴ ചുമത്തിയത്. മാസ്ക് ധരിക്കാത്തവർക്കെതിരെയും പിഴ ചുമത്തി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ശനി ഞായർ ദിവസങ്ങളിലെ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പോലീസ് പരിശോധനയാണ് നടക്കുന്നത്. മലപ്പുറം ടൗണിൽ പോലീസ് ശനിയാഴ്ച കർശനമായ പരിശോധനകൾ നടത്തി. നിരവധി വാഹനങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും നിയമലംഘനത്തിന് പിഴ ഈടാക്കുകയും ചെയ്തു. വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കൃത്യമായ രേഖകളില്ലാതെ യാത്ര ചെയ്ത വാഹനങ്ങളാണ് പിടിച്ചെടുത്ത് പിഴ ചുമത്തിയത്. പരിശോധനയിൽ നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഹെൽമറ്റ്, മാസ്ക് എന്നിവ ധരിക്കാതെയും കൃത്യമായ രേഖകളില്ലാതെയും യാത്രക്കെത്തിയ വാഹനങ്ങൾക്കുമാണ് പിഴ ഈടാക്കിയത്. രണ്ടാം ദിവസമായ ഞായറാഴ്ചയും ശക്തമായ പരിശോധനകളാണ് പോലീസ് നടത്തുന്നത്. അവശ്യ സേവനങ്ങൾക്കൊഴികെ ഇളവ് പ്രഖ്യാപിച്ചിരുന്നില്ല. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ ആവശ്യം വ്യക്തമാക്കി സ്വന്തമായി എഴുതി തയ്യാറാക്കിയ സത്യവാങ്മൂലം കയ്യിൽ കരുതണമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇതൊന്നും പാലിക്കാതെ യാത്ര ചെയ്തവരാണ് കുടുങ്ങിയത്. കോവിഡ് ചികിത്സാ കേന്ദ്രമാകാൻ കരിപ്പൂരിലെ ഹജ്ജ് ഹൗസ് പൂർണ്ണസജ്ജം. കോവിഡിന്റെ തീവ്ര വ്യാപന പശ്ചാത്തലത്തിൽ ഹജ്ജ് ഹൗസ് വീണ്ടും ചികിത്സാ കേന്ദ്രമാക്കാൻ കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് ഹജ്ജ് ഹൗസും പരിസരവും വൃത്തിയാക്കി. കോവിഡിന്റെ തീവ്രവ്യാപന പശ്ചാത്തലത്തിൽ ഹജ്ജ് ഹൗസ് വീണ്ടും ചികിത്സാ കേന്ദ്രമാക്കാൻ കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാവിലെ നഗരസഭാധികൃതരുടെ നേതൃത്വത്തിൽ ഹജ്ജ് ഹൗസും പരിസരവും വൃത്തിയാക്കി. ഹജ്ജ് ഹൗസിലെ 2 നിലകളിലായി ഒരേ സമയം 300-ലേറെ പേർക്ക് ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ടാകും. നേരത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കിയിരുന്ന ഹജ്ജ് ഹൗസിലെ സേവനം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് അവസാനിപ്പിച്ചത്. വീണ്ടും കോവിഡ് വ്യാപനമുണ്ടായ സാഹചര്യത്തിലാണ് ഹജ്ജ് ഹൗസ് സജ്ജമാക്കി നിർത്തുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാധികൃതർ അറിയിച്ചു. നഗരസഭാധ്യക്ഷ CT ഫാത്തിമത്ത് സുഹറാബി, ഉപാധ്യക്ഷൻ P സനൂപ്, സ്ഥിരം സമിതി അധ്യക്ഷരായ C മിനിമോൾ, A മുഹിയുദ്ദീൻ അലി, അഷറഫ് മടാൻ, അബീന പുതിയറക്കൽ, റംല കൊടവണ്ടി, ആരോഗ്യ പ്രവർത്തകർ, വൈറ്റ് ഗാർഡ്, ദുരന്ത നിവാരണ സേന തുടങ്ങിയവരും ശുചീകരണത്തിനും മറ്റൊരുക്കങ്ങൾക്കും നേതൃത്വം നൽകി. കോവിഡ് രോഗം അതിതീവ്രമായ രീതിയിലാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റീവ് നിരക്കിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണ് കൊണ്ടോട്ടിയിലും പരിസര പ്രദേശങ്ങളിലും. കോട്ടാശ്ശേരി കോളനി അടക്കമുള്ള സ്ഥലങ്ങളിൽ നൂറുകണക്കിന് ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ രോഗികളെ പരിചരിക്കാൻ ആവശ്യമായിട്ടുള്ള CFLTC അനിവാര്യമാണെന്ന് ജില്ലാതലത്തിലുണ്ടായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനായ മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെ നഗരസഭാ സെക്രട്ടറിയോട് കരിപ്പൂർ ഹജ്ജ് ഹൗസ് CFLTC ആക്കുന്ന കാര്യം സംസാരിക്കുകയുണ്ടായി. ഇന്ന് തന്നെ CFLTC എത്രയും പെട്ടെന്ന് ആരംഭിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശമാണ് കളക്ടർ കൊടുത്തത്. കോവിഡ് നിയന്ത്രണം മദ്യശാലകൾക്ക് ബാധകമാക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി അഭിപ്രായപ്പെട്ടു. ഇതിന് എത്രയും വേഗം നിയന്ത്രണം കൊണ്ടുവരാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടിയുമായി ലഹരി നിർമ്മാർജ്ജന സമിതി രംഗത്ത് വരുമെന്നും ജില്ലാ പ്രസിഡന്റ് CK ബാപ്പു ഹാജി പറഞ്ഞു. ആരാധനാലയങ്ങൾക്ക് കർശന നിയന്ത്രണം പ്രഖ്യാപിച്ച അധികാരികൾ മദ്യഷാപ്പുകളിൽ ആളുകൾ സംഘം ചേരുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. രോഗവ്യാപനത്തിന് കാരണമാകും വിധം നൂറുകണക്കിന് ആളുകളാണ് ക്യൂവിൽ നിൽക്കുന്നത്. ഇതിന് എത്രയും വേഗം നിയന്ത്രണം കൊണ്ടുവരാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടിയുമായി ലഹരി നിർമ്മാർജ്ജന സമിതി രംഗത്ത് വരുമെന്ന് ജില്ലാ പ്രസിഡന്റ് CK ബാപ്പു ഹാജിയും ജനറൽ സെക്രട്ടറി കൊടിൽ അഷ്റഫും പറഞ്ഞു. ഇന്ത്യ മുഴുവനും പ്രയാസമനുഭവിക്കുന്ന ഈ സമയത്ത് പോലും ബാറുകളും മദ്യഷാപ്പുകളും തുറന്ന് നൂറുകണക്കിന് ആളുകൾ ക്യൂ നിന്ന് കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്ന ഈ ലജ്ജാകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. സർക്കാർ ഈ കാര്യത്തിൽ ഇടപെട്ട് ബാറുകളും മദ്യഷാപ്പുകളും ഉടനെ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെടുകയാണ്. കോവിഡ് മഹാമാരി ഇത്രയും വ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എത്രയും പെട്ടെന്ന് മദ്യശാലകൾ അടച്ചുപൂട്ടണം. മദ്യം ഓൺലൈനായി വിതരണം ചെയ്യാനുള്ള ആലോചന നടക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. സർവ്വ തിന്മകളെയും മാതാവായ മദ്യത്തെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി കോവിഡിന്റെ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ജീവൻ കൊണ്ട് പന്താടുകയാണ് സർക്കാരെന്നും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോവിഡ് നിയന്ത്രണാതീതമാകുന്നത് വരെയെങ്കിലും ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടാൻ വേണ്ടി സർക്കാർ തയ്യാറാകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 13 രാത്രിയിലാണ് വാഹനത്തിലെത്തിയ സംഘം വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്.
പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈരങ്കോട് തറയിൽപ്പറമ്പിൽ വിഷ്ണു, മച്ചിഞ്ചേരി മുഹമ്മദ് അർഷാദ്, കാട്ടിൽ മുഹമ്മദ് റിയാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ 13 രാത്രിയാണ് CP മുഹമ്മദ് ബഷീറിന്റെ തിരുനാവായ എടക്കുളത്ത് വീടിന് നേരെ ആക്രമണമുണ്ടായത്. രാത്രിയിൽ വാഹനത്തിലെത്തിയ സംഘമാണ് വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞത്. സ്ഫോടക വസ്തു ഉഗ്രശബ്ദത്തോടെ വീടിന് മുന്നിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അക്രമി സംഘം സ്ഫോടക വസ്തു എറിയുന്നതും അത് പൊട്ടിത്തെറിക്കുന്നതും CCTVയിൽ പതിഞ്ഞിരുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട CP മുഹമ്മദ് ബഷീർ SP, DYSP, തിരൂർ SI ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. വെട്ടം കാനൂരിൽ കനോലി കനാൽ റോഡ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. വെട്ടം ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ കനോലി കനാൽ റോഡാണ് പ്രദേശത്തെ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതിയുള്ളത്. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങൾക്കുള്ള നടപ്പാതയായ കനോലി കനാൽ റോഡ് മണ്ണിട്ട് നികത്തുന്നത് പ്രദേശവാസികൾ തടഞ്ഞു വെച്ചിരുന്നു. 50ഓളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈനും റോഡിനടിയിലൂടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ കിണറിൻ്റെ അവിടുന്ന് 10-50 കുടുംബത്തിന് വെള്ളം പോകുന്നുണ്ട് പൈപ്പ് ലൈന്. ഈ പൈപ്പ് ലൈന് പോയതുകൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 60 മീറ്റർ കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം മണ്ണിട്ട് മൂടുകയാണ്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ തടഞ്ഞ്. അപ്പോൾ ഈ ശനിയും ഞായറും അവരെ പണി തീർക്കാമെന്നുള്ള വിചാരം കൊണ്ടാണ് അവർ പെട്ടെന്ന് ഇത് തുടങ്ങിയത്. എത്ര കുടുംബങ്ങൾക്കാണ് ഈ വഴി ഉപകാരപ്പെടുന്നത്? ഈ വഴി പോയൊരു 30ഓളം കുടുംബങ്ങൾക്ക് വഴി വേറെ വഴിയില്ല. അതായത് ഒരു കുടുംബത്തിൻ്റെ ഒരു ചെറിയ കുട്ടി കാലുകൊണ്ട് വീഴാതിരിക്കുകയാണ്. 4 വയസ്സ് ആയിട്ടില്ല. ആ കുട്ടീൻ്റെ മാതാവ് കൂട്ടിക്കൊണ്ട് ആസ്പത്രിയിൽ പോവുകയാണെങ്കിൽ അന്യന്മാരെ സ്ഥലത്തു കൂടെ പോകണം. അവർ 6 പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിൻ്റെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സെക്രട്ടറി ഇത് പെട്ടെന്ന് ഇത് റോഡ് നടപ്പാത ഉണ്ടാക്കാൻ കരാറ് കൊടുത്തത്. 30ഓളം കുടുംബങ്ങൾക്കുള്ള ഈ വഴി തീർച്ചയായിട്ടും നാളെ ഒരു മനുഷ്യർക്ക് ഈ ഗതി വരരുത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് പാടത്ത് വെള്ളത്തിൽ നീന്തി പോകുന്ന ആളുകളുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി മുമ്പ് പറഞ്ഞ മാതിരി ഇത്രത്തോളം ബുദ്ധിമുട്ടിയിട്ട് പോലും അവർക്ക് നടന്നു പോകാൻ ഒരുപാട് ചുറ്റിയിട്ട് വരേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ചെയ്തിട്ട് ഇതേമാതിരിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇന്നിപ്പോൾ അത് ഒരു മനുഷ്യർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത രൂപത്തിലാണ് മണ്ണിട്ടിട്ടുള്ളത്. കനോലി കനാൽ റോഡ് 60 മീറ്റർ നീളത്തിൽ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. നടപ്പാത മണ്ണിട്ട് മൂടാനുള്ള ശ്രമത്തിനെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുകയാണ്. തിരൂർ പൊന്നാനിപ്പുഴയിൽ നിന്നും 50 കിലോയോളം തൂക്കം വരുന്ന തെരണ്ടിയെ പിടികൂടി. മാങ്ങാട്ടിരി പാലത്തിന് സമീപത്തു നിന്നാണ് ഭീമൻ തെരണ്ടി വലയിൽ കുരുങ്ങിയത്. പുഴയിൽ മത്സ്യബന്ധനത്തിനിടയിൽ വലയിൽ കുരുങ്ങിയത് ഭീമൻ തെരണ്ടി. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിയോടെ മാങ്ങാട്ടിരി പാലത്തിന് സമീപമുള്ള തെക്കനനര പുഴയോരത്തു നിന്നാണ് 50 കിലോയോളം തൂക്കം വരുന്ന തെരണ്ടി വലയിൽ കുരുങ്ങിയത്. അവിടെ മുള്ളുണ്ടോട്ടോ മതി മാറി. വേലിയേറ്റ സമയമായതിനാൽ മത്സ്യം പിടിക്കുന്നതിനായി സ്ഥാപിച്ച തടയിൽ നിന്നാണ് പ്രദേശവാസികൾ വല വിരിച്ച് തെരണ്ടിയെ പിടികൂടിയത്. ഫോട്ടെടുക്ക് ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സിദ്ദീഖ് കാപ്പന് ജയിലിലും നരക ജീവിതമാണെന്ന് ഭാര്യ റൈഹാനത്ത്. കോവിഡ് സ്ഥിരീകരിച്ച കാപ്പന് ചികിത്സ നിഷേധിക്കുന്നതായും റൈഹാനത്ത് ആരോപിച്ചു. ഈ വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് റൈഹാനത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന് ആശുപത്രിയിലും നരകജീവിതമെന്ന ആരോപണവുമായാണ് ഭാര്യ റൈഹാനത്ത് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് കാപ്പനെ കോവിഡ് സ്ഥിരീകരിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജയിലിലേക്കാൾ വലിയ ദുരിതമാണ് ഇപ്പോൾ ആശുപത്രിയിൽ സിദ്ദീഖ് കാപ്പൻ നേരിടുന്നതെന്ന് റൈഹാനത്ത് പറഞ്ഞു. കോവിഡ് ചികിത്സയ്ക്കായാണ് ആശുപത്രിയിൽ മാറ്റിയതെങ്കിലും ഭക്ഷണം പോലും നൽകാതെ എന്തു ചികിത്സയാണ് അവിടെ നടക്കുന്നതെന്നും റൈഹാനത്ത് ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ മുഖ്യമന്ത്രിയോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വിഷയത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇടപെടണമെന്നും റൈഹാനത്ത് ആവശ്യപ്പെട്ടു. 4 ദിവസമായിട്ട് ഒരു മനുഷ്യന് ബാത്റൂമിൽ പോകാതെ നിന്നുള്ള അവസ്ഥ എന്താ? പിന്നെ എന്ത് ചികിത്സയാണ് അവർ കൊടുക്കുന്നത്? അതാണ് മനസ്സിലാവാത്തത്. കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്, ചികിത്സക്കും വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഈ 4 ദിവസം ബാത്റൂമിൽ പോവാതെ ഭക്ഷണം കഴിക്കാതെ പിന്നെ എന്ത് ചികിത്സയാണ് അവിടെ നടക്കുന്നത്? അവിടെ കെട്ടിയിട്ടാലേ കോവിഡ് മാറുമോ? പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാത്ത വിധം ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിടാൻ മാത്രം എന്തു തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്നും അവർ ചോദിക്കുന്നു. കേസ് കോടതിയിൽ നടക്കുന്ന കാര്യമാണെന്നും അതിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റില്ല എന്നുമായിരുന്നു നേരത്തെ വിശദീകരണം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇടപെടാമെന്നും താൻ ഒരു സ്ത്രീയാണെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന നിലയിൽ ഇപ്പോൾ താൻ അനുഭവിക്കുന്ന വേദന അത്രമാത്രമുണ്ടെന്നും വിതുമ്പിക്കൊണ്ടാണ് റൈഹാനത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നെ മുഖ്യമന്ത്രിയുണ്ട്, പ്രതിപക്ഷമുണ്ട്, എല്ലാവരും ഇല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂലേ? കുറേ ആയിട്ട് പറയുകയാണ് ഇതിലൊന്ന് ഇടപെടാം. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇയാളുടെ ഒരു മനുഷ്യനല്ലേ, മനുഷ്യത്വല്ലേ, പരിഗണന വേണ്ട, അതെങ്കിലും നോക്കിക്കൂടാ. ജയിലിനെക്കാട്ടും വലിയ ദുരിതമാണ് ഇപ്പോൾ ഉള്ളത്. എന്നെ ജയിലിലേക്ക് തന്നെ മാറ്റിക്കളയെന്നാണ് വക്കീൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കി തരും, എനിക്ക് വൈകിയെങ്കിൽ ടോയ്ലറ്റിൽ പോകണ്ടേ? ഒരു മനുഷ്യനെ നമ്മളൊരു അരമണിക്കൂർ കെട്ടിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതിൽ മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഇതെന്താ മൃഗമാണോ കെട്ടിടാൻ? ഫാഷൻ രംഗത്ത് പുതുതരംഗം തീർത്ത് മാക്കോത്ത് ഫാഷൻ സ്റ്റോർ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഫാൻസി ഐറ്റംസുകളും ബാഗുകളും ഫുട്വെയറുകളും ടോയ്സ്, മൊബൈൽ ആക്സസറീസ്, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ മഹനീയ ശേഖരവുമായാണ് മാക്കോത്ത് ഫാഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. തിരുത്തൃക്കണ്ടിയൂർ ടെമ്പിൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച മാക്കോത്ത് ഫാഷൻ സ്റ്റോറിന്റെ ഉദ്ഘാടനം വയലപ്പാട്ട് കരുണാകരൻ നിർവഹിച്ചു. പി ശാരദ ഭദ്രദീപം കൊളുത്തി. സ്റ്റോർ ഉടമ ഷിബിത മാക്കോത്ത് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുതിച്ചുയർന്ന സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കണക്കുകൾ. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് ഞായറാഴ്ചത്തേത്. 28,469 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിലും ആദ്യമായി 3000 കടന്ന പ്രതിദിന രോഗികൾ. 3123 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 2951 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. കോവിഡ് 2ാം ഘട്ട വ്യാപനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് മികച്ച പിന്തുണ. നിയന്ത്രണങ്ങൾ ഞായറാഴ്ചയും തുടർന്നു. തിരക്കൊഴിഞ്ഞ് തിരൂർ നഗരം. യാത്രക്കാരില്ലാത്തതിനാൽ സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവെച്ചു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടം കാനൂരിൽ കനോലി കനാൽ റോഡ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.